ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും നമുക്ക് സ്വയം പൂജിക്കാൻ അനുമതിയുണ്ട്. കേരളത്തിൽ ചില ക്ഷേത്രങ്ങളിലും ഇതിന് സൗകര്യമുണ്ട്. എന്നാൽ കൃത്യമായ കണക്കുകളിലും ചിട്ടകളിലും പണിഞ്ഞിരിക്കുന്നതിനാലും കൃത്യമായ പ്രതിഷ്ഠാ സമ്പ്രദായങ്ങളാലും കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിലും നേരിട്ടുള്ള പൂജ അനുവദനീയമല്ല. അതിന് ചില താന്ത്രിക വിധികളും മന്ത്രങ്ങളും ആവശ്യമാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ പാളയം എയർപോർട്ട് റോഡിൽ പേട്ട എന്ന സ്ഥലത്ത് റോഡിനോട് ചേർന്ന് വിശാലമായ പറമ്പിൽ ക്ഷേത്രം നിലകൊള്ളുന്നു. തികച്ചും കേരളീയ മാതൃകയിലാണ് ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും. കാഞ്ഞിരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിന്ന പ്രദേശത്തെ കാഞ്ഞിരവിളാകം എന്ന് വിളിച്ചു പോന്നു. അങ്ങനെ അവിടെ കുടികൊണ്ട ദേവീ ചൈതന്യം കാഞ്ഞിരവിളാകം ദേവിയായി. ശക്തി സ്വരൂപിണി ചൈതന്യദായിനി നിൻ പദം തേടി വന്നേ. ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിയുടെ തിരുമുടിയാണ്. തിരുമുടിയിൽ കുടികൊള്ളുന്ന ദേവി ഭദ്രകാളി തന്നെയാണ് എന്നാണ് വിശ്വാസം. പണ്ട് കാഞ്ഞിരവിളാകം ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് കുറച്ചുകൂടി കിഴക്കുമാറിയാണ്. എന്നാൽ ക്ഷേത്രം ജീർണിച്ച് പുതുക്കിപ്പണി ആവശ്യമായി വന്നപ്പോൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് നീക്കി പണിയുകയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ നിയന്ത്രണത്തിലാണ് പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നു. ഈ അമ്പലത്തിന്റെ ശ്രീകോവില് പൂർണ്ണമായും ദാരുവിലാണ്, അതായത് തടിയിലാണ് തീർത്തിരിക്കുന്നത്. നേരത്തെ ഈ അമ്പലം ഇന്ന് ഈ കാണുന്ന വസ്തുവിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്തത്. അവിടെ കാലപ്പഴക്കം മൂലം അത് പുതുക്കി പണിതപ്പോൾ ഈ ഭാഗത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. നിന്റെ സങ്കീർത്തനം വിളങ്ങുവാൻ അനുഗ്രഹിക്കൂ. ക്ഷേത്രം അതിപുരാതനമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിലമ്പിൽ 66, 7, 12 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണിത്തരത്തിലുള്ള പഴമ കൊണ്ട് കൊല്ലവർഷത്തിലെ തീയതിയാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ കണക്കാക്കിയാൽ 1130 വർഷങ്ങളിലധികം പഴക്കമുള്ള ചിലമ്പാകണം അത്. അതുകൊണ്ട് തന്നെ ആ ചിലമ്പ് വച്ച് ആരാധിച്ചിരുന്ന ഈ ദേവസ്ഥാനത്തിനും അത്രത്തോളം തന്നെ പഴക്കം കാണും എന്ന് കരുതണം. ഒരുപക്ഷെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആരാധനാ സങ്കേതമായി വികസിച്ചിരുന്നില്ല എങ്കിലും അതിപ്രാചീന കാലം മുതൽ ആരാധന നടത്തിയിരുന്ന ഒരു പുണ്യഭൂമിയാണിത് എന്ന് വേണം കരുതാൻ. കാരുണ്യമല്ലോ നിൻ മഹത്വമെന്നറിഞ്ഞു ഞാൻ. ഇന്ന് അനേകം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ആരാധനാലയമാണ് കാഞ്ഞിരവിളാകം ക്ഷേത്രം. ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടപ്പോൾ നിരവധി ഉപക്ഷേത്രങ്ങളും ഉണ്ടായി. ചുറ്റമ്പലത്തിന് പുറത്ത് നാഗദേവതമാർ, കാലയക്ഷി അമ്മ, മന്ത്രമൂർത്തി, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ് എന്നിവർക്ക് ആരാധനാ സ്ഥലങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ ഗണപതി ക്ഷേത്രവും സമീപത്തായി ശാസ്താക്ഷേത്രവുമാണ് ഉള്ളത്. വടക്കു പടിഞ്ഞാറായി സുബ്രഹ്മണ്യൻ. ഒളിയായി തെളിയും പരമ്പൊരുളേ. ചുറ്റമ്പലത്തിന് പുറത്ത് കിഴക്കുഭാഗത്ത് ക്ഷേത്രത്തിന് അഭിമുഖമായും അല്പം വടക്കുമാറിയും മഹാദേവൻ കുടികൊള്ളുന്ന ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രം കാണാം. അതിൽ നിന്നും വടക്കുഭാഗത്തേക്ക് നീങ്ങി ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ ധന്യമായ ക്ഷേത്രാങ്കണമാണിത്. ഇവിടത്തെ ആൽത്തറയിലിരുന്ന് അദ്ദേഹം ക്ഷേത്ര കാര്യദർശികളുമായി സംവദിച്ചിട്ടുണ്ട്. ഇവിടത്തെ ആലിലകളിൽ കാറ്റുവീശുമ്പോൾ ആ വിശ്വഗുരുവിന്റെ മഹാസന്ദേശങ്ങൾ നാം അനുസ്മരിക്കും. ഭദ്രകാളിയുടെ മുടിയാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ നിങ്ങൾ കാണുന്നത് വെള്ളി അങ്കി ചാർത്തിയിട്ടുള്ള മുടിയാണ്. അതുപോലെ തന്നെ മഹാഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ശ്രീ മഹാദേവൻ, തമ്പുരാൻ, കാലയക്ഷി, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ തറകളും കൂടാതെ ശ്രീനാരായണ ഗുരുദേവനും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിൻ പദം തേടി വന്നേ. കന്നിമാസത്തിലെ നവരാത്രി വിപുലമായി ആഘോഷിക്കപ്പെടുന്നുവെങ്കിലും കുംഭമാസത്തിലെ ഭരണിയിൽ തുടങ്ങി പൂരത്തിൽ അവസാനിക്കുന്ന 10 ദിവസത്തെ ആഘോഷമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. തോറ്റം പാട്ടോടെ നടത്തുന്ന ഈ ഉത്സവത്തിൽ 5-ാം ദിവസം തൃക്കല്യാണവും, 8-ന് കൊന്നുതോറ്റും, 9-ന് എഴുന്നള്ളത്തും, 10-ന് പൊങ്കാലയും നടത്തുന്നു. ഈ ഉത്സവത്തോടൊപ്പം നടത്തുന്ന വില്ലിൽ തൂക്കം ചടങ്ങിൽ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 5-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുക്കുക. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് കുട്ടികളുടെ വില്ലിൽ തൂക്കമാണ് ഇവിടെ ഉള്ളത്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ
തൂക്കമാണ് ഇവിടെ ഉള്ളത്. മറ്റ് ക്ഷേത്രങ്ങളിലുള്ള തൂക്കങ്ങളെന്ന് പറയുന്നത് വലിയ ആൾക്കാരുടെ ആണെങ്കിൽ ഇവിടെ കുഞ്ഞു കുട്ടികളുടേതാണ്. അതുപോലെ തൃക്കല്യാണ പൂജ ഒരു വിശേഷപ്പെട്ട വഴിപാടാണ്. നമ്മളൊരു മനസ്സറിഞ്ഞൊരു പൂ ഭഗവതിയുടെ നടക്കിൽ വെച്ചാൽ പോലും അതിന് പൂർണ്ണ ഫലപ്രാപ്തിയാണ് കണ്ടുവരുന്നത്. വൈവിധ്യമാർന്ന മാതൃസങ്കല്പത്തിലുള്ള ദേവതമാരുടെ സമന്വയമാണ് ഇവിടുത്തെ ആരാധനാ സമ്പ്രദായത്തെയും ആഘോഷങ്ങളെയും മഹത്വപൂർണ്ണമാക്കുന്നത്. നാടിന്റെയും ഭക്തലക്ഷങ്ങളുടെയും വിശ്വാസത്തിന്റെ കേന്ദ്രമായി ഭക്തമനസ്സുകൾക്ക് ആശ്വാസവും ആത്മപ്രകാശവും പകർന്നുകൊണ്ട് കാഞ്ഞിരത്തിന്റെ കയ്പിനെയും മധുരമാക്കാൻ കെൽപ്പുള്ള ദേവത ഇവിടെ കുടികൊള്ളുന്നു.